നിങ്ങൾ എന്തെങ്കിലും വളരെ വിഷമമുള്ള ഒരവസ്ഥയിലായിരിക്കാം നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. സ്വാഭാവികമായിട്ടും സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ സൈക്കാട്രിസ്റ്റുകൾ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ആരെയും റെഫർ ചെയ്യാറില്ല. അപ്പോൾ പ്രശ്നം എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ വിഷമതകൾ അവിടെ ഒരറ്റത്തുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തത് വല്ലാത്ത ഉത്കണ്ഠകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കൊണ്ടാവാം. ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കാം ഒരു വ്യക്തിയെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ചിലപ്പം ഒരു വയലൻസ് കാണിക്കുന്ന ഒരു ആളിനെ ആയിരിക്കാം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ഈ വയലൻസ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കൂടെയുള്ള ആരുടെയെങ്കിലും ഒരു പെരുമാറ്റം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവാം. ചിലപ്പോൾ ഒരു ആത്മഹത്യ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ മറ്റെന്തൊക്കെയോ വിഷമതകളുള്ളതുകൊണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഇവരാരും കേൾക്കാനില്ല എന്നുള്ളതാണ്. സൈക്കാട്രിസ്റ്റ് റെഫർ ചെയ്താലല്ലേ സാധാരണക്കാർക്ക് അറിയൂ ഇങ്ങനൊരു കൗൺസിലിങ്ങിന് പോകണം, അതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് തന്നെ പോകണം എന്നുള്ള കാര്യം. സൈക്കാട്രിസ്റ്റിൻ്റെ ഉത്തരവാദിത്വവുമാണ്, അതിനോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വവുമാണ് ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടെത്തുക, അവരിലൂടെ നല്ല സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള കൗൺസിലിങ്സ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടുള്ള ഗുണം നിങ്ങളുടെ മെഡിസിൻസ് കുറയ്ക്കാൻ പറ്റും, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ പറ്റും.